കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സാറ ഉള്ളം കൊണ്ട് ചിരിച്ചു, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയദേമിക, നമുക്കറിയാം, സാറയും അബ്രഹാമും ഇത്തിരി വയസ്സ് എന്നിട്ടും അവർക്ക് മക്കളില്ലാതായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം മമ്രയുടെ തോപ്പിൽ അബ്രഹാം ഇരിക്കവേ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷമാകുകയാണ്. അപ്പോൾ താൻ ആ വെയിലുറച്ച സമയത്തിരിക്കുമ്പോൾ 3 പുരുഷന്മാർ ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് എഴുന്നേറ്റ് അബ്രഹാം ചെന്നിട്ട് അവരെ വണങ്ങിയിട്ട് പറയുകയാണ്: നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നുവല്ലോ, അതുകൊണ്ട് അല്പം ഈ മരച്ചുവട്ടിൽ ഒന്ന് വിശ്രമിച്ചിട്ട് ഞാൻ അപ്പവും വെള്ളവും കൊണ്ടുവരാം, അത് കഴിച്ചിട്ട് പിന്നെ ക്ഷീണം മാറ്റിയിട്ട് നിങ്ങൾ യാത്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവരും സമ്മതിച്ചു. അങ്ങനെ ഇരുന്നു. അബ്രഹാം സാറായോട് കൂടാരത്തിൽ ചെന്ന് പറഞ്ഞു: നീ ഒരു 3 ഇടങ്ങഴി മാവെടുത്തിട്ട് അപ്പമുണ്ടാക്ക് എന്ന് സാറയോട് കൽപ്പിച്ചു. അതിനുശേഷം തൻ്റെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ചെന്നിട്ട് ഒരു കാളക്കുട്ടിയെ പിടിച്ചിട്ട് അതിനെ ഒരു ബാല്യക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് അതിനെ പാചകം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇത് പാചകം ചെയ്ത് തേൻകട്ടയും നെയ്യും വെണ്ണയുമായി ഈ പുരുഷന്മാരെടുത്ത് വന്നു അവരെ കഴിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ പുരുഷന്മാർ അബ്രഹാമിനോട് ചോദിച്ചു: നിൻ്റെ ഭാര്യ എവിടെ എന്ന്. അത് കൂടാരത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പുരുഷന്മാർ പറഞ്ഞു, വന്നത് ദൈവദൂതന്മാരായിരുന്നു. ഒരു ഉത്ഭവകാലത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്ത് നിൻ്റെ ഭാര്യ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ സാറയ്ക്ക് ചിരി വന്നു. കാര്യമെന്ന് പറഞ്ഞാൽ തനിക്ക് സ്ത്രീകൾക്കുള്ള പതിവ് നിന്നു പോയിരുന്നു. അതേപോലെ തന്നെ തൻ്റെ ഭർത്താവും താനും നല്ല വയസ്സ് ചെന്നിരുന്നു. അതുകൊണ്ട് സാറ ചിരിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് ഇത്. ഈ വാക്യത്തിൽ 12-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു: ആകയാൽ സാറ ഉള്ളം കൊണ്ട് ചിരിച്ച്, വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമുക്ക് വാഗ്ദത്തങ്ങൾ ഒരുപാട് കാണും. ഇപ്പോൾ ഈ വാഗ്ദത്തം വീണ്ടും പറഞ്ഞപ്പോൾ അബ്രഹാമിന് 99 വയസ്സും സാറയ്ക്ക് 89 വയസ്സുമായിരുന്നു. പക്ഷേ 25 വർഷത്തിന് മുമ്പേ തനിക്ക് 74 വയസ്സായിരുന്നപ്പോഴാണ് ഒരിക്കൽ അബ്രഹാമിനോട് പറഞ്ഞു: ഞാൻ നിനക്കൊരു സന്തതിയെ തരുമെന്ന്. 25 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു സന്തതിയെ കാണുവാൻ സാധിച്ചില്ല. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇതേപോലെ തന്നെ വർഷങ്ങളായി നമുക്ക് കിട്ടിയ വാഗ്ദത്തങ്ങളൊന്നും നിറവേറാതെ നമുക്കും വയസ്സിയെന്നു, അല്ലെങ്കിൽ ഇനി നമുക്കൊരു ഹോപ്പില്ല, നമുക്കൊരു വരുമാനം നിന്നുപോയി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇനി ഒരു ജോലി സാധ്യമല്ല, ഇങ്ങനെ പല കണക്കിൽ വേദനപ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് എന്ന് പറയുന്നു: എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ വർഷത്തിൽ തന്നെ ഒരു ഉത്ഭവ വർഷത്തിൽ നിങ്ങൾ ഇച്ഛിക്കുന്നതിൻ്റെ ഒരു മറുപടി ദൈവം തരുമെന്ന്. അത് ദൈവഹിതപ്രകാരമായിരിക്കണം. അതിലേക്ക് വേണ്ടി നാം ദൈവത്തിൻ്റെ മുമ്പിൽ നാം കാത്തിരിക്കുകയും വേണം. അബ്രഹാമിനെ നാം നോക്കിയാൽ അറിയാം, തനിക്ക് മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞ് 10-24 വർഷമായിട്ടും താൻ തളർന്നു പോകാതെ വീണ്ടും വന്ന ആ ഒരു അതിഥി സൽക്കാരം മറക്കാതെ നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കുവാനും മറന്നു കളഞ്ഞില്ല. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാമോ അങ്ങനെയാണ്. ദൈവസന്നിധിയിൽ ഒരിക്കലും നന്ദി മറന്നവരായിരിക്കരുത്. നമുക്ക് വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ താമസം ഉണ്ടായാലും നാം ദൈവസന്നിധിയിൽ ഈ വിശ്വസ്തയോടെ ഇരിക്കുന്നതിനെ കണ്ട് കർത്താവ് നമ്മെ നിർബന്ധമായി അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, വർഷങ്ങളായി കർത്താവെ പല വാഗ്ദത്തങ്ങളുമുണ്ട്, പല പ്രവചനങ്ങളും തനിക്ക് നേരായി വന്നിട്ടും ഒന്നും നിറവേറാതെ ഇന്ന് വർഷങ്ങളായി കാത്തുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കൾക്കായി നിൻ്റെ സന്നിധിയിൽ വരുന്ന കർത്താവെ, അധികമായി ഇവർ കാത്തിരിക്കാതെ ദൈവസന്നിധിയിൽ ദൈവമേ പ്രാർത്ഥനയോട് കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഒരു മറുപടി ലഭിപ്പാനും നിൻ്റെ മക്കൾ കർത്താവ് സന്തോഷമായി ജീവിപ്പാനും നീ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ വെച്ചിരിക്കുന്ന വിശ്വാസം ദൈവമേ നിൻ്റെ മക്കൾക്ക് കൂടുവാൻ തക്കവണ്ണം ഇവർ ആഗ്രഹിക്കുന്നതിൽ അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള
അപ്പൻ്റെ കരങ്ങളിൽ സകലത്തെയും പരമേൽപ്പിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി ഇവരെ നടത്തി കർത്താവെ, ഇവരുടെ ജീവിതം ഒന്നുകൂടെ പുതുക്കപ്പെട്ട് നിൻ്റെ രാജ്യത്തിൽ വരുവാൻ തക്കവണ്ണം ഇവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.